നമസ്കാരം. 2 മിനിറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ നിരോധിച്ചു. ഗുണനിലവാരമില്ലാത്തതായി കണ്ടെത്തിയ മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വിതരണത്തിനുമാണ് നിരോധനം. ഈ മരുന്നുകളുടെ സ്റ്റോക്ക് കൈവശമുള്ള വ്യാപാരികളും ആശുപത്രികളും തിരികെ വിതരണക്കാരന് നൽകണമെന്നാണ് നിർദ്ദേശം. പാരസെറ്റാമോൾ, അറ്റോർവാസ്റ്റാറ്റിൻ ടാബ്ലറ്റ്സ്, ഓഫ്ലോക്സാസിൻ ആൻഡ് ഓർണിഡസോൾ ടാബ്ലറ്റ്സ്, കാൽസ്യം കാർബണേറ്റ് വിത്ത് വിറ്റാമിൻ D3 തുടങ്ങി നിരവധി മരുന്നുകളാണ് നിരോധിച്ചത്. ഗതാഗത നിയമലംഘനം നടത്തിയതിന് സംസ്ഥാനത്ത് 1 വർഷത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്തത് 62 ലക്ഷത്തിലധികം കേസുകൾ. 2023 ഒക്ടോബർ 1 മുതൽ 2024 സെപ്റ്റംബർ 30 വരെ 62,81,458 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 123 കോടിയിലേറെ രൂപയാണ് പിഴത്തുകയായി സർക്കാർ ഈടാക്കിയത്. 2023 ജൂലൈ മുതൽ 2024 ജൂൺ വരെ നിയമലംഘനം നടത്തിയതിന്റെ പേരിൽ 18,537 ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മതങ്ങളുടെ പേരിലുള്ള IAS ഉദ്യോഗസ്ഥരുടെ വാട്സാപ്പ് ഗ്രൂപ്പ് വിഷയത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ DGPക്ക് റിപ്പോർട്ട് നൽകി. ഹാക്കിംഗ് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ പരാമർശം. വ്യവസായ വകുപ്പ് ഡയറക്ടർ K ഗോപാലകൃഷ്ണൻ ഫോൺ ഫോർമാറ്റ് ചെയ്ത് കൈമാറിയതും റിപ്പോർട്ടിലുണ്ട്. ഫോറൻസിക് പരിശോധനയിലും ഹാക്കിംഗ് തെളിഞ്ഞില്ല. ഗൂഗിളിന്റെ പരിശോധനയിലും ഹാക്കിംഗ് സാധ്യത തള്ളി. DGPയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം നടത്തും. മാലിന്യം തള്ളിയതിന് പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ കണ്ടുകെട്ടണമെന്ന് ഹൈക്കോടതി. ഇത്തരത്തിൽ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ വിട്ടുകൊടുക്കാൻ ഹൈക്കോടതിയുടെ അനുമതി വേണമെന്നും 2 ലക്ഷം രൂപ ബാങ്ക് ഗ്യാരണ്ടി കെട്ടണമെന്നുമുള്ള മുൻ ഉത്തരവുകൾക്ക് വിരുദ്ധമായ നടപടികളുണ്ടായ സാഹചര്യത്തിലാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ്, ജസ്റ്റിസ് P ഗോപിനാഥ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. 15-കാരിയായ ചെറുമകളെ നിരന്തരം ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുകയും വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത പ്രതിക്ക് 62 വർഷം തടവും 2,50,000 രൂപ പിഴയും. കരുനാഗപ്പള്ളി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി F മിനിമോളാണ് ശിക്ഷ വിധിച്ചത്. പെൺകുട്ടിയെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായ പ്രതിയാണ് ഈ ക്രൂരകൃത്യം ചെയ്തതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. എറണാകുളത്തിന്റെ അൻസാഫ് K അഷ്റഫും ആലപ്പുഴയുടെ R ശ്രേയയും കൗമാര കായിക കേരളത്തിന്റെ പുതിയ വേഗരാജാവും റാണിയുമായി. കീരമ്പാറ സെന്റ് സ്റ്റീഫൻസ് HSSലെ താരമായ അൻസാഫ് 10.81 സെക്കൻഡിലാണ് ഫിനിഷ് ചെയ്തത്. ജൂനിയർ വിഭാഗത്തിൽ ആലപ്പുഴ സെന്റ് ജോസഫ് GHSSലെ R ശ്രേയ 66ാമത് സംസ്ഥാന കായികമേളയിലെ വേഗറാണിയായി. 12.54 സെക്കൻഡിലാണ് ശ്രേയ ഫിനിഷ് ചെയ്തത്. വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.